ഇപ്പോൾ കെ മധു കൂടി ചേരുന്നുണ്ട്. മധു, വളരെ വ്യത്യസ്തമായ നിലയിൽ ചരിത്രരചനയെ കണ്ടിരുന്ന ഒരാൾ കൂടിയാണ്. ചരിത്രരചനയുടെ സാമ്പ്രദായികമായ മാർക്സിസ്റ്റ് കീഴ്വഴക്കങ്ങൾ മറികടന്ന് സ്വന്തമായ നിലയിലുള്ള ഒരു ചരിത്രരചന അദ്ദേഹത്തിന് സാധ്യമായി. ഞാൻ ഓർക്കുന്നത് 2001 കാലഘട്ടത്തിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം ICHR-ന്റെ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് വളരെ വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാവുന്നു. കാവ്യവൽക്കരിക്കുകയാണ് ചരിത്രത്തെ എന്ന വിമർശനം നേരിട്ടപ്പോൾ അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കാവ്യയെക്കുറിച്ച്, കാവ്യ എൻ്റെ പ്രിയപ്പെട്ട നിറമാണെന്ന് പറഞ്ഞൊരു കവിത എഴുതിയ MGS നാരായണനെ ഓർമ്മയുണ്ട്. ഇത്തരത്തിൽ അതിനുശേഷം പിന്നീട് അദ്ദേഹം രാജിവെച്ചു എന്നുള്ളത് വേറെ കാര്യം. വ്യതിരിക്തനായിരുന്നു, എല്ലാ കാലത്തും സ്വന്തം നിലപാടുകൾ തലപ്പൊക്കത്തോടുകൂടി ഉറച്ചു പറഞ്ഞിരുന്ന ആൾ കൂടിയായിരുന്നു. കേരള ചരിത്രം എങ്ങനെ ഈ ചരിത്രകാരനെ രേഖപ്പെടുത്തും? അഭിലാഷ, കേരളത്തെ കണ്ടെടുത്ത ചരിത്രകാരൻ എന്ന് നിസ്സംശയം ആരെയെങ്കിലും പറ്റി പറയാമെങ്കിൽ അത് തീർച്ചയായും MGS നാരായണനാണ്. കാരണം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയ ഒന്നല്ല കേരളം എന്ന് അദ്ദേഹം ചരിത്ര വസ്തുതകളുടെ പിൻബലത്തോടെ, തൻ്റെ നിരീക്ഷണ പാടവത്തോടെ, കൃത്യമായ ചരിത്രത്തിൻ്റെ പിൻബലത്തോടെ നമുക്ക് വിശദീകരിച്ചു വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തെ വീണ്ടെടുത്ത ചരിത്രകാരൻ എന്ന് നമുക്ക് ആരെയെങ്കിലും പറയാമെങ്കിൽ അത് MGS നാരായണനാണ്. കേരളത്തിൻ്റെ ഹിസ്റ്ററിയോഗ്രാഫിക്ക് ചരിത്ര വസ്തുതകളെയും ചരിത്രത്തെയും ചരിത്രത്തെ പറ്റിയുള്ള പഠനത്തെയും അടങ്ങുന്ന ശാസ്ത്രശാഖയ്ക്ക് ആധികാരികമായി തുടക്കമിട്ട എഴുത്തുകാരൻ MGS അല്ലാതെ മറ്റാരുമല്ല. അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരുമാക്കളുടെ ചരിത്രം തൊട്ട് കേരള ചരിത്രത്തിലെ 10 നുണകൾ തൊട്ട് നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് എളംകുളം കുഞ്ഞമ്പിള്ളയിൽ നിന്നും KP പത്മനാഭമേനോനിൽ നിന്നും നല്ലത് മാത്രമേ സ്വീകരിക്കേണ്ടൂ. ഈ ആചാര്യന്മാർ പലരും പഴയ ദിവാൻ പേഷ്കാർമാരുടെയും മറ്റ് കൊട്ടാരം എഴുത്തുകാരുടെയും തുടർച്ച മാത്രമാണ് എന്ന് MGS നമ്മെ ബോധ്യപ്പെടുത്തി തന്നു. അതിൻ്റെ തുടർച്ചയായാണ് അദ്ദേഹം വട്ടെഴുത്തും കോലെഴുത്തും പഠിച്ച് കേരളത്തിൻ്റെ ചരിത്രം എന്തായിരുന്നു, നമ്മൾ ആരായിരുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ഇതിന് അദ്ദേഹത്തെ സഹായിച്ചത് തീർച്ചയായും അദ്ദേഹം കടന്നു വന്ന ആ പൊന്നാനിക്കളരിയുടെ തുടർച്ചയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, കൗമാരകാലത്ത് മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ ചെലവഴിച്ച നാളുകളാണ് തന്നിലെ ചരിത്രകാരനെ രൂപപ്പെടുത്തിയത് എന്ന്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇടശ്ശേരിയും എം ഗോവിന്ദനും ഒക്കെ അടങ്ങുന്ന ആ പൊന്നാനിക്കളരി അദ്ദേഹത്തെ നിരന്തരം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. മദ്രാസിൽ പഠിച്ചിരുന്ന കാലത്ത് EMS-മായി നിരന്തരമായി നടത്തിയ കലഹം അദ്ദേഹത്തെ കൂടുതൽ യുക്തിബോധമുള്ള ഒരാളാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇതെല്ലാമാണ് തന്നെ രൂപപ്പെടുത്തിയത് എന്ന് MGS നിരന്തരം പറയുകയും ചെയ്തു. അഭിലാഷ് പറഞ്ഞ ഘട്ടത്തിലേക്ക് വന്നാൽ, ഇന്ത്യൻ ചരിത്രം ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങേണ്ടതല്ല എന്ന ബോധ്യമായിരുന്നു MGS. അതിന് അനുസരിച്ച് അദ്ദേഹം എക്കാലവും നിലപാടെടുക്കുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിൽ നിന്ന് വീണ്ടെടുത്തതല്ല കേരളം. അതിനപ്പുറത്ത് നമുക്ക് നമ്മുടേതായ ചരിത്രമുണ്ട്. മലയാളിക്ക് ദീർഘകാലമായൊരു ചരിത്രമുണ്ട്. പരശുരാമൻ്റെ വരവ് എന്ന് പറയുന്നത് നമ്പൂതിരിമാരുടെ തെക്കോട്ടുള്ള കുടിയേറ്റമാണ് എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം കേരളത്തെ ബോധ്യപ്പെടുത്തി, ഓരോ ചരിത്ര കുതുകിയെയും ബോധ്യപ്പെടുത്തി.